ചിലർ പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സ് നിറച്ചും പല പല പാറ്റേണുകളാണെന്നാണ്. ഇതിൽ ഏത് പാറ്റേണിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത്രേ. അതായത് സബ് കോൺഷ്യസ് മനസ്സ് ഇത്തരം സംഭവങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു അത്രേ. വലിയൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നു അത്രേ. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മനസ്സിലെ പാറ്റേണുകളെ മാറ്റാൻ സാധിക്കുമോ? അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ? ഇവർ പറയുന്നത് സാധിക്കുമെന്നാണ്. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? നിങ്ങളിൽ പലരും ഇതിൽ ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും. അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, പിന്നെ ഫീലിങ്സ്. ഇതിൽ ആദ്യത്തെ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ചിലർ പ്രാക്ടീസും ചെയ്യുന്നുണ്ടാവും. അഫർമേഷൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വിഷ്വലൈസേഷനെ കുറിച്ച് പലർക്കും അറിയാം. എന്നാൽ ഫീലിങ്സിനെ കുറിച്ച് അധികം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഫീലിങ്സിലാണ്. ഇനി തൊട്ട് മുൻപ് സബ് കോൺഷ്യസ് മനസ്സിനെക്കുറിച്ചും അതിലെ പാറ്റേണുകളെക്കുറിച്ചും മനസ്സ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും ഒരു നല്ല വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നു ഫീലിങ്സിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന്. ഇന്ന് ഫീലിങ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫീലിങ്സ് എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്നത്? ഫീലിങ്സ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത്? സബ് കോൺഷ്യസ് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ലോകമെമ്പാടും ഒരുപാട് ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് മിക്ക ആൾക്കാരും ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്നാണ്. പല ആൾക്കാരും അഫർമേഷൻസ് മാത്രമാണ് ചെയ്യുന്നത്. അത് തന്നെ തെറ്റായിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ശരിയായ രീതി എന്താണ്? നമുക്കാദ്യം അഫർമേഷൻസ് വച്ച് തന്നെ തുടങ്ങാം. എന്താണ് അഫർമേഷൻ? പലതരം സെൻറ്റൻസുകളാണ്, ശരിയല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എഴുതിയിരിക്കുന്നു, നമ്മളത് പറയുന്നു, ശരിയാണ്. പക്ഷെ ഇവർ പറയുന്നത് ഒരു നല്ല അഫർമേഷന് ചില ലക്ഷണങ്ങളുണ്ടെന്നാണ്. ഒന്ന്, അതെപ്പോഴും വ്യക്തമായിരിക്കും, അത് ക്ലിയർ ആയിരിക്കും. അവ്യക്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ പാടില്ല. അവ്യക്തമായ അഫർമേഷനും അഫർമേഷൻ പറയാതിരിക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അഫർമേഷൻസ് പറയുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. 2, അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അഫർമേഷൻസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അത് പോസിറ്റീവ് ആയിരിക്കണം. ഇത്രയും നിങ്ങൾ ചെയ്തുവെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്തത് വിഷ്വലൈസേഷൻ ആണ്. എന്തിന് വിഷ്വലൈസേഷൻ? നോക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാറാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ഒരു കാർ വേണം. നിങ്ങൾ നിങ്ങളുടെ അഫർമേഷൻസിലൂടെ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. എനിക്ക് ഒരു കാറുണ്ട്. നല്ല കാര്യം. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഏത് കാർ? ഒരുപാട് കാറുകളുണ്ട്. നോക്കൂ, നമ്മുടെ മനസ്സ് അത്ഭുതകരമായൊരു കാര്യമാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത്രയും കാര്യങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു കാർ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമെന്ന് നിങ്ങൾക്കറിയാമോ? വലിയ വലിയ കാറുകൾ വരും, കളിപ്പാട്ടങ്ങൾ വരും, പലതും വരും. അതുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്ന പല കാര്യങ്ങളും മനസ്സ് പ്രൊഡ്യൂസ് ചെയ്യും. വീണ്ടും അവ്യക്തത വരുന്നു, വീണ്ടും ക്ലാരിറ്റി കുറവ് വരുന്നു. ഇത് നല്ലതല്ല. അഫർമേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഇവിടെയാണ് വിഷ്വലൈസേഷൻ വളരെ വലിയൊരു ഹെൽപ്പായി മാറുന്നത്. നോക്കൂ, നമ്മൾ വെറുതെ ഒരു കാർ എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും മിസ്സിംഗ് ആണ്. ഏത് കാർ, കാറിൻ്റെ നിറമെന്ത്, അതൊന്നും അതിലില്ല. പക്ഷെ ഒരു കാറിൻ്റെ ചിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഈ ഇൻഫർമേഷൻ എല്ലാം വരുന്നു, ശരിയല്ലേ? ആ കാറിന് ഒരു രൂപമുണ്ടാവും, അതേത് കാറാണെന്നുണ്ടാവും, അതിനൊരു നിറമുണ്ടാവും. ഇതൊന്നുമില്ലാത്തൊരു കാറിൻ്റെ ചിത്രം നമുക്ക് സങ്കല്പിക്കാൻ വലിയ പ്രയാസമാണ്. വിഷ്വലൈസേഷൻ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൊണ്ടുവരുന്നു. അത് അഫർമേഷൻസിന് വലിയ ഹെൽപ്പാണ്, അത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അഫർമേഷൻസിനൊപ്പം വിഷ്വലൈസേഷനും പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. കാരണം അപ്പോൾ മനസ്സിന് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാണ്, കുറെ കൂടി ക്ലിയർ ആണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഭാഗത്തേക്ക് പോകാം. ഫീലിങ്സ്. എന്തിനാണ് സബ് കോൺഷ്യസ് മൈൻഡ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഫീലിങ്സിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞത്? നോക്കൂ, സാധാരണ ജീവിതത്തെ പോലും ഫീലിങ്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഫീലിംഗ് ശ്രദ്ധിക്കാറുണ്ട്, ശരിയല്ലേ? ഉദാഹരണത്തിന് നിങ്ങളോട് ഒരാൾ സംസാരിക്കുകയാണ്. അയാൾ പറയുന്നു അയാൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്.
പക്ഷെ അയാൾ സംസാരിക്കുന്നത് ഒരു റോബോട്ടിനെ പോലെയാണ്, ഒട്ടും ജീവനില്ലാതെ. നിങ്ങൾക്ക് അയാളുടെ വാക്കുകൾ ഇഷ്ടമാവുമോ? ഫീലിംഗ് ഇല്ലാത്ത വാക്കുകൾക്ക് ജീവനില്ല, അങ്ങനെ തോന്നിയിട്ടില്ലേ? അഫർമേഷൻസിനും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും ഫീലിങ്സ് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് മാത്രമല്ല കാരണം. പറയുന്നത് എന്തെന്നറിയാമോ? ഓരോ ഫീലിങ്ങിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഇമോഷൻ ഉണ്ടെന്നാണ്. അതായത് ഒരു ഫീലിങ്ങിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമോഷൻ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നമ്മൾ തുടർന്നും പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഇമോഷനും പുറകിൽ എന്ത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ കണ്ടെത്തുന്നത് ഒരു എനർജിയാണ്. പറയുന്നത് ഓരോ ഇമോഷനും ഒരു എനർജിയാണെന്നാണ്. അതായത് ഇൻഡയറക്ട്ലി ഓരോ ഫീലിങ്ങും ഒരു എനർജിയാണ്. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തിലേക്ക് പോകാം. പറയുന്നത് എന്താണ്? പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു എനർജിയാണെന്നല്ലേ? നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാ വസ്തുവും എനർജിയാണെന്നല്ലേ? പല ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി, ശരിയല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സയൻറ്റിസ്റ്റ് നിക്കോള ടെസ്ല അദ്ദേഹം പറഞ്ഞു, ടു ഫൈൻഡ് ദ സീക്രറ്റ്സ് ഓഫ് യൂണിവേഴ്സ് തിങ്ക് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി, വൈബ്രേഷൻ ആൻഡ് എനർജി എന്ന്. ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ ഫ്രീക്വൻസിയെക്കുറിച്ചും വൈബ്രേഷനെക്കുറിച്ചും എനർജിയെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതെന്താണ്? ഓരോ ഇമോഷനും ഒരു എനർജിയാണ്. ഓരോ ഫീലിങ്ങും ഒരു ഇമോഷനുമായി അറ്റാച്ച്ഡ് ആണ്. സബ് കോൺഷ്യസ് മനസ്സിനറിച്ചും പാറ്റേണുകളാണ്. അഫർമേഷനിലൂടെ, വിഷ്വലൈസേഷനിലൂടെ പലതരം പാറ്റേണുകൾ സൃഷ്ടിക്കാം. പക്ഷെ അതിന് ജീവൻ വരില്ല. അതിന് ജീവൻ വരുന്നത് ഫീലിങ്സ് കൂടി ചേരുമ്പോഴാണ്. ഫീലിംഗ് വരുമ്പോൾ, അതായത് എനർജി വരുമ്പോൾ, പാറ്റേണുകൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു അത്രേ. അതുമായി സാമ്യമുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാ സംഭവങ്ങളെയും നമ്മുടെ മനസ്സ് ആകർഷിക്കുന്നു അത്രേ, അട്രാക്ട് ചെയ്യുന്നു അത്രേ. ഇങ്ങനെയാണത്രേ സബ് കോൺഷ്യസ് മനസ്സ് റീപ്രോഗ്രാം ചെയ്യുന്നത്. ഇങ്ങനെയാണത്രേ സബ് കോൺഷ്യസ് മനസ്സ് റീപ്രോഗ്രാം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.